അല്ലാഹു അക്ബർ എന്ന് പറയും. അത് ചിലപ്പോൾ ഇമാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ രോഗിയായ സമയത്ത് നബി പതുക്കെ പറഞ്ഞിരുന്നു, ശബ്ദം അധികം ഇടാൻ വയ്യ. അപ്പൊ എന്താ ചെയ്തിരുന്നത്? വകാന ഇദാ മരിദ റഫഅ അബൂബക്കർ സൗതഹു യുബല്ലിഗു الناس തക്ബീറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള രോഗിയായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ തക്ബീർ ചൊല്ലുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ് ആ തക്ബീർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ സദസ്സുകളിലൊക്കെ ഇമാമിന്റെ ശബ്ദം ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ സാധ്യമല്ലാത്തൊരു സന്ദർഭം വരികയാണെങ്കിൽ ഇടയ്ക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ ഒരാൾ നിർത്തുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ, ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് വേറൊരാൾ പറയും. എന്താ? ബാക്കിലേക്ക് കൂടി കേൾക്കാൻ വേണ്ടിയാണ്. സത്യത്തിൽ ഇന്ന് ഈ ഉച്ചഭാഷിണിയും സ്പീക്കറും ഒക്കെ ഉള്ള ഈ കാലത്ത് ഇതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ട വേറെ വിഷയമാണ്. ഏതായിരുന്നാലും അത് എത്തുന്നില്ലെങ്കിൽ, മറ്റുള്ളവർക്കത് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കേൾപ്പിക്കാൻ ഇടയിൽ ഒരാൾ ആവശ്യമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ തക്ബീർ ജനങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരുന്നുവെന്ന് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് മുഅ്മിനീങ്ങളോട് പറഞ്ഞു, ഇദാ ഖാലൽ ഇമാമു അല്ലാഹു അക്ബർ ഫഖൂലു അല്ലാഹു അക്ബർ. നമ്മൾ അല്ലാഹു അക്ബർ പറയേണ്ടത് എപ്പോഴാ? ഇമാമ് ചൊല്ലുന്നതിന്റെ കൂടെ തന്നെയാണ് പറഞ്ഞു ധൃതി കൂട്ടതാണ്. ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതായിട്ട് കേട്ടാൽ ഫഖൂലു അല്ലാഹു അക്ബർ, നമ്മളും അല്ലാഹു അക്ബർ എന്ന് പറയാം. നമ്മൾ അല്ലാഹു അക്ബർ ഉറക്കെ പറയേണ്ടതില്ല, എല്ലാവരും കൂടി അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറയേണ്ട. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ മഅ്മൂമീങ്ങൾ അത് പതുക്കെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നിർവഹിച്ചാൽ മതി. എപ്പോഴാണ് നബി കൈ ഉയർത്തിയിരുന്നത്? അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ മുമ്പോ പിമ്പോ അല്ലെങ്കിൽ ഒപ്പായിരുന്നോ? ഇതൊക്കെ ഫിഖ്ഹിൽ ഒരുപാട് മസലകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന യർഫഉ യദൈഹി താറത്തൻ മഅ തക്ബീരി വതാറത്തൻ ബഅദ തക്ബീരി വതാറത്തൻ ഖബല തക്ബീരി. നബി ഇങ്ങനെ തക്ബീർ ചൊല്ലുമ്പോൾ ചിലപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ മുമ്പ് തന്നെ ചിലപ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ അല്ലാഹു അക്ബർ പറഞ്ഞിട്ടായിരിക്കും പിന്നെ കൈ ഉയർത്തുക. ചിലപ്പോൾ അങ്ങനെ കൈ വെച്ചിന്റെ ശേഷമായിരിക്കും പിന്നെ അല്ലാഹു അക്ബർ പറയുന്നത് അല്ലെങ്കിൽ കൈ ഉയർത്തുന്നത്. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് ഏതവസരത്തിലാണ് കൈ ഉയർത്തേണ്ടത് എന്നതിൽ കണിശമായ ഒരു വാശി പിടിക്കേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൈ ഉയർത്തുമ്പോൾ നബിയുടെ പതിവ് എന്തായിരുന്നു? വിരലിങ്ങനെ വിടർത്തിപ്പിടിക്കുകയും ചെയ്യില്ല, ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയും ചെയ്യാതെ മൊത്തത്തിലുള്ളൊരു നൃത്തം. ഇങ്ങനെ കാണിക്കേണ്ടതില്ല. ഇങ്ങനെ അല്ലാഹു അക്ബർ എന്ന് ഭക്തി കൂടിയിട്ട് ഒക്കെപ്പാടെ കോരാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇങ്ങനെ കാട്ടും. അതും വേണ്ട, വല്ലാതെ അങ്ങനെ വിടർത്തും വേണ്ട, ഒക്കെപ്പാടെ നമുക്ക് ഇങ്ങനെ ആക്കും വേണ്ട. സാധാരണ സ്വരത്തിൽ സാധാരണ രൂപത്തിൽ അല്ലാഹു അക്ബർ എന്ന് ആ മിനിമം ഒരു ഇടത്തരം കൈ സാധാരണ രൂപത്തിൽ എങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ അങ്ങനെ പിടിച്ചാൽ മതി. കാരണം ലാ യുഫർരിജു ബൈനഹ വലാ യളുമുഹ, രണ്ട് വിരകൾക്കിടയിൽ ഇങ്ങനെ വിടർത്തി പിടിക്കാറുമില്ല, ഇങ്ങനെ കൂട്ടിപ്പിടിക്കാറുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു.